ദേശീയപാത ഉദ്ഘാടനത്തിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതികരിച്ച മന്ത്രി മുഹമ്മദ് റിയാസ്. ദേശീയപാത കേരളത്തിൽ നടപ്പായത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാമെന്ന മന്ത്രി. പദ്ധതിക്ക് പുതുജീവൻ നൽകിയത് മുഖ്യമന്ത്രിയുടെ ഇടപെടലാണെന്നും തുടക്കം മുതലേ ഫണ്ട് തരാൻ കേന്ദ്രം തയ്യാറായിരുന്നില്ല എന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പങ്ക് എണ്ണി പറഞ്ഞായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടനത്തിൽ നിന്ന് ഒഴിവാക്കിയതിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. ദേശീയപാത കേരളത്തിൽ നടപ്പായത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാമെന്നതാണ് മന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത്. പദ്ധതിക്ക് പുതുജീവൻ നൽകിയത് മുഖ്യമന്ത്രിയുടെ ഇടപെടലാണെന്നും തുടക്കം മുതലേ ഫണ്ട് തരാൻ കേന്ദ്രം തയ്യാറായിരുന്നില്ല എന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പങ്ക് എണ്ണി പറഞ്ഞായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ശ്രമം ജനം തിരിച്ചറിയുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാന സർക്കാർ കൂടി വലിയ തോതിൽ പണം മുടക്കി ഭൂമി ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ ദേശീയപാത 66ന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളെ ബോധപൂർവം ഒഴിവാക്കുന്നത് അത്യന്തം ഞെട്ടിക്കുന്നതാണ്. ഇത് ബിജെപിയുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. ദേശീയപാത വികസനത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ നേരിട്ട് പണം ചെലവഴിക്കുന്നത് കേരളത്തിലാണ്. അത് കേവലം ലക്ഷങ്ങളോ കോടികളോ അല്ല, 5580 കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ തുക കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതോടെ സംസ്ഥാനത്തിന് ഏതാണ്ട് 12,000 കോടി രൂപയുടെ ബാധ്യതയാണ് ഉണ്ടായിരുന്നത്. ഈ വസ്തുക്കൾ നിലനിൽക്കെ ഉദ്ഘാടന വേദിയിൽ നിന്ന് സംസ്ഥാന പ്രതിനിധികളെ ഒഴിവാക്കിയ ക്രെഡിറ്റ് മുഴുവൻ തട്ടിയെടുക്കാനുള്ള ശ്രമം ജനം തിരിച്ചറിയും.